ഇറാനെതിരെയുള്ള ആക്രമണം നീട്ടിവെക്കാനുള്ള കാരണം ഹജ്ജുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ഇപ്പോൾ അവസാനം വരുന്ന റിപ്പോർട്ടുകൾ. സൗദി അറേബ്യ അടക്കമുള്ള ചില രാഷ്ട്രങ്ങൾ, ഖത്തറും അതുപോലെ തന്നെ UAE അടക്കമുള്ള രാഷ്ട്രങ്ങൾ താൽക്കാലികമായി ഹജ്ജ് കഴിയുന്നതുവരെ ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് മിഡിൽ ഈസ്റ്റ് പോയി കഴിഞ്ഞാൽ ഹജ്ജ് തീർത്ഥാടകർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ട്രംപിനെ അറിയിച്ചതാണ് ഈ യുദ്ധം നീട്ടിവെക്കാനുള്ള കാരണമെന്നാണ് ഇപ്പോൾ സൗദി അറേബ്യ അടക്കമുള്ള ചില രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഈ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് സർവീസുകൾക്കെല്ലാം പ്രതിസന്ധി നേരിടുകയും അത് ഹജ്ജ് തീർത്ഥാടകർക്ക് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുമെന്നതാണ് ഇതിന്റെ കാരണം എന്ന് പറയപ്പെടുന്നു. മിഡിൽ ഈസ്റ്റ് ഐ അടക്കമുള്ള നിരവധി പത്രങ്ങൾ ഇപ്പോൾ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും 30 ദിവസം നീട്ടിവെച്ചു എന്ന് ട്രംപ് ഇപ്പോൾ നെതന്യാഹുവിനോട് പറഞ്ഞു എന്ന വാർത്ത കുറച്ചു മുമ്പാണ് വന്നിരുന്നത്. എന്നാൽ ഇതിന് ആധാരമായ കാര്യം, ഒരു ഭാഗത്ത് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാന്റെ സ്പോക്സ്മാൻ ബഗാരി തന്നെ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ഇറാനിലാണ് ഉള്ളത്. അതിന്റെ കാരണം ചർച്ചകൾ കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഇറാനിൽ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങൾ ഉടനടി അമേരിക്കക്ക് കൈമാറാൻ വേണ്ടിയാണ് പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി ഇറാനിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ഹജ്ജ് എന്ന വലിയ പവിത്രമായ ഒരു കാര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിലേക്ക് കടന്നുപോയാൽ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. എന്നാൽ ഈ കാലയളവിന് ഇടയിൽ ചർച്ചകളിലൂടെ മറ്റൊരു പരിഹാരം കണ്ടെത്തുക എന്നതുമാണ് ഇപ്പോൾ ഇതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യമെന്നാണ് സൂചനകൾ വരുന്നത്.